ഇന്നലെ കണ്ണൂർ കൈതപ്രം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വന്ന ന്യൂസാണ്. സന്തോഷ് എന്നു പേരുള്ള ഒരു വ്യക്തി രാധാകൃഷ്ണൻ എന്നു പേരുള്ള ഒരു വ്യക്തിയെ നെഞ്ചിൽ വെടിവെച്ച് കൊന്നു. ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഇത് രാഷ്ട്രീയ കൊലപാതകമാണോ, ഇനി പറയാൻ പറ്റില്ല, BJP പ്രവർത്തകൻ മരിച്ചു എന്നാണ്, കണ്ണൂരുമാണ്. ഞാൻ വിചാരിച്ചു ഈ 2K കിഡ്സ്, ന്യൂജൻ കിഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വിമർശനങ്ങൾ 80s 90s ഇറക്കാറുണ്ടല്ലോ. ഇതിപ്പോൾ 80s വാളും തൂക്ക് കൊടുത്ത് ഇറങ്ങി രണ്ടാമത് രാഷ്ട്രീയ കൊലപാതകങ്ങളിലേക്ക് എന്നുള്ളത് ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുമ്പോഴാണ്, അല്ല, ഇത് വിഷയം വേറെയാണ്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് തീർത്ത് കളഞ്ഞ ഒരു വിഷയമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. ഇപ്പോൾ സംഭവം നടക്കുന്നത് കണ്ണൂർ കൈതപ്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. സന്തോഷ് എന്ന് പേരുള്ള ഈ പന്നീനെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലൊക്കെ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കൂലൂടെ, അവരുടെ കയ്യിൽ നാടൻ തോക്കും ലൈസൻസും ഉണ്ട്. ചിലത് ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കുകൾ കയ്യിൽ വെച്ചിട്ട് പരിപാടി ചെയ്യുന്നവരുമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നാടൻ തോക്ക് കൈവശം ഉള്ളൊരു വ്യക്തിയാണ് സന്തോഷ് എന്നും. ഈ സന്തോഷ് രാധാകൃഷ്ണൻ്റെ പുതിയതായി പണി നടക്കുന്ന വീട്ടിലെ അകത്ത് വിളിച്ചു വരുത്തി തോക്ക് നെഞ്ചത്ത് ചൂണ്ടി അവിടുന്ന് വെടിപൊട്ടിച്ച് തീർത്തു. ഇതാണ് വിഷയം. ഓക്കെ, ഇത് എന്താണ് സംഭവം, എന്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ്, എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ വന്ന ന്യൂസ് ഒന്ന് ഞാനിവിടെ പ്ലേ ചെയ്യാം. നിമ്മി, കൈതപ്പുറം സ്വദേശിയായ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റേത് കൊലപാതകമെന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് സന്തോഷ് എന്നയാളാണ്. പെരുമ്പടവ് സ്വദേശിയായ സന്തോഷ് തോക്ക് ലൈസൻസ് ഉള്ള ആളാണ്, നാടൻ തോക്ക് ലൈസൻസ് ഒക്കെ ഉള്ള ആളാണ്. അവിടെ കാട്ടുപന്നി പ്രതിരോധത്തിനായിട്ടുള്ള തോക്ക് ലൈസൻസ് ഒക്കെ ഉള്ള ആളാണ്, നിർമ്മാണ കരാറുകാരനാണ്. ഇയാളെ ഇതേ സ്ഥലത്ത് വെച്ച്, അതായത് രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലാണ് വൈകിട്ട് സംഭവം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് തന്നെയാണ് പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഇവർ തമ്മിൽ നേരത്തെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വീടിന്റെ നിർമ്മാണപത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ചില കരാറുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരമുണ്ട്. മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഈ പ്രകോപനമായിട്ടുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ സന്തോഷിനെ കസ്റ്റഡിയിൽ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഈ രാധാകൃഷ്ണന്റേത് കൊലപാതകം എന്ന സ്ഥിരീകരണം ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാകുന്നുണ്ട്. വൈകിട്ട് 6:00-ഓടെയാണ് ഈ കൈതപ്പുറത്ത് തന്നെയുള്ള രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ തോക്ക് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ടോക്കൊരു വിഷയമാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം. ഇത് ഈ കൊലപാതകിയായ സന്തോഷ് ആ നാട്ടിൽ തന്നെ കാട്ടുപന്നി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാട്ടുപന്നിയെ തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ടാസ്ക് ഫോഴ്സ് പോലത്തെ പരിപാടിയിലെ അംഗമാണ് എന്നാണല്ലോ ഇപ്പോൾ ന്യൂസിലൊക്കെ പറയുന്നത്. ഇത് തോക്ക പിടിച്ചിട്ട് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ സന്തോഷിനൊന്ന് നിങ്ങൾ സ്പോട്ട് ചെയ്യണം. ഈ കണ്ട ആൾക്കാർ ഇരിക്കുന്നതും നിൽക്കുന്നതും മുന്നിലുള്ള ഡോഗ്സും കഴിഞ്ഞ് ഏറ്റവും ബാക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ സന്തോഷ്. അങ്ങനെ നിൽക്കുന്ന ഇവന് തോക്ക് സ്വന്തമായിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഇവന് തോക്കിൻ്റെ ലൈസൻസ് ഉള്ള തോക്കാണോ എനിക്ക് സംശയമാണ്. ഇവൻ ഈ കൂട്ടത്തിലുള്ള ആരുടെങ്കിലും ഒരു തോക്ക് അടിച്ച് മാറ്റി പോകാനേ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തോക്ക് ആര് കൊടുത്തോ അവർ പെടാനായിരിക്കും ചാൻസ്. ഓക്കെ, നമ്പർ 1. രണ്ടാമത്, എന്തുകൊണ്ട് ഇവൻ ഇത്രത്തോളം പ്രതികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ സന്തോഷിട്ടിട്ടുണ്ടായിരുന്നു. ഈ വ്യക്തിയെ കൊല്ലുന്നതിന് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുത് എന്ന്. നിന്റെ കുത്തിക്കഴപ്പല്ലേ, എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷേ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല. ഈ ഒരു പോസ്റ്റ് ഈ സന്തോഷം ഇട്ടത് കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് അറിഞ്ഞതിന് ശേഷം പലരും സന്തോഷിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോയി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു എഴുത്ത് ഫേസ്ബുക്കിൽ എഴുതിയിടുമ്പോൾ എല്ലാവരും വിചാരിക്കുക എന്താ, ഈ സന്തോഷിൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ സന്തോഷിൻ്റെ പെണ്ണിനെ സന്തോഷ് കൊന്ന ഈ രാധാകൃഷ്ണൻ എന്ന് പേരുള്ള വ്യക്തി എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇവൻ ഈ രാധാകൃഷ്ണനെ വെടിവെച്ച് തീർത്തേ എന്നല്ലേ ആരും വിചാരിക്കും, അല്ലേ? അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് തോന്നുന്നു കുറച്ച് പേരൊക്കെ നിങ്ങൾ മാസാണ് ബ്രോ എന്നുള്ള കമൻറ്റ് ചെയ്യാൻ കണ്ടു. പോസ്റ്റിൽ മനസ്സിലാക്കുന്നത് അവൻ്റെ പെണ്ണിനെ കൊല്ലപ്പെട്ടവൻ എന്തോ ചെയ്തു, ആണുങ്ങളായാൽ ഇങ്ങനെ തിരിച്ചു ചെയ്യണം, കൺഗ്രാറ്റ്സ് ബ്രോ. കാര്യം പറഞ്ഞിട്ടാണാവോ ഇവരൊക്കെ വന്നിട്ട് ഈ കമൻ്റ് ഇട്ട് പോകുന്നത്. ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി നാട്ടിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾ BJP പ്രവർത്തനമാണ്. ഈ BJP പ്രവർത്തനമായ രാധാകൃഷ്ണൻ്റെ ഭാര്യ അവരും ഒരു BJP പ്രവർത്തകയാണ്. ഈ ഭാര്യയുമായിട്ടാണ് സന്തോഷിന് ബന്ധം.
ഈ വെക്കുന്ന വീട്, രാധാകൃഷ്ണൻ ഭാര്യയുടെ പേരിൽ വെക്കുന്ന വീടിൻ്റെ കോൺട്രാക്ടർ ആയിരുന്നു ഈ സന്തോഷ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ സന്തോഷും രാധാകൃഷ്ണൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഓക്കെ, അവിഹിതം അങ്ങനെയാണല്ലോ പറയാറ്. അപ്പം ആ ഒരു ബന്ധം ഈ പറഞ്ഞ രാധാകൃഷ്ണൻ മനസ്സിലാക്കുകയും രാധാകൃഷ്ണനും രാധാകൃഷ്ണൻ്റെ ഭാര്യയും തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുകയും ആ ഇഷ്യൂസിനെ തുടർന്ന് രാധാകൃഷ്ണൻ ഭാര്യയെ മർദ്ദിക്കുകയും ആ രാധാകൃഷ്ണൻ്റെ ഭാര്യയെ മർദ്ദിച്ചതിന് സന്തോഷിന് കുരുവിളകി പൊട്ടിത്തെറിച്ച് സന്തോഷ് വീട്ടിൽ പോയി കച്ചറ ഉണ്ടാക്കുകയും അങ്ങനെ അതിൻ്റെ പേരിൽ എൻ്റെ പെണ്ണ് എന്ന് സന്തോഷ് പറയുന്ന പെണ്ണ് രാധാകൃഷ്ണൻ്റെ ഭാര്യയാണ്. ഇപ്പം നമുക്ക് സംഗതി ക്ലിയർ ആയില്ലേ? ഇതാണ് വിഷയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സന്തോഷും രാധാകൃഷ്ണൻ്റെ ഭാര്യയും തമ്മിലുള്ള അവർ ക്ലാസ്മേറ്റ്സ് ആണെന്ന് ചിലർ പറയുന്നുണ്ട്. വീടിൻ്റെ കോൺട്രാക്ട് പണിക്ക് വന്ന സമയത്ത് അവിടുന്ന് ബന്ധമായതാണെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും കൈതപ്രയിലെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊല്ലാനിടയായ കാരണം സന്തോഷും രാധാകൃഷ്ണൻ്റെ ഭാര്യയും തമ്മിലുള്ള വിഷയങ്ങളാണ്. ഓക്കെ, ആ വിഷയത്തിൽ രാധാകൃഷ്ണൻ ഇടപെട്ടതാണ് ഏറ്റവും വലിയ സീൻ. അതല്ലാതെ ഇവിടെ BJP അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഈ വിഷയങ്ങളല്ല. കാരണം ഈ സന്തോഷിൻ്റെ പ്രൊഫൈലിലൂടെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇയാളുടെ ഡിഫീൻ്റെയൊക്കെ മറ്റേ പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ടുള്ള അതിനകത്ത് കയറിയിരുന്ന് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള അപ്ലോഡ് ചെയ്ത സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ തോക്കൊക്കെ പിടിച്ച് കൊന്നുകളയും, കൊള്ളിക്കുക എന്നത് ആണ് ടാസ്ക്, കൊള്ളും എന്നത് ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് തോക്കൊക്കെ പിടിച്ചിട്ട് വൻ രീതിയിലുള്ള ഭീഷണി മുഴക്കിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഈ വ്യക്തി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വ്യക്തിയുടെ തന്നെ പ്രീവിയസ് കുറച്ച് പോസ്റ്റുകളിലൂടെ സന്തോഷിനെ പോയി നോക്കിയാൽ ചില തീരുമാനം ചിലപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും, നമ്മളത് മനസ്സിലാക്കാൻ വൈകിപ്പോകും. അവസാന ഘട്ടത്തിൽ പോലും മനസ്സിലാക്കാതെ വന്നാൽ കൈവിട്ടു പോകും. നമ്മുടെ നില നമ്മൾ തന്നെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാകും. ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക, കൂടെ നിർത്തുക, പറ്റുന്നിടത്തോളം ചുരുങ്ങിയ ജീവിതത്തിൽ ആർക്കും ശല്യമുണ്ടാക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ മുഴുനീള പോസ്റ്റും കാര്യങ്ങളൊക്കെ, ഇയാളുടെ എല്ലാ പോസ്റ്റും നിങ്ങളിങ്ങനെ പോയി നോക്കിയാൽ മതി. പിന്നെ ഇയാളെ ആരൊക്കെയോ ഭീഷണിപ്പെടുത്തി, ഷാജി പപ്പൻ എന്നൊക്കെ പറഞ്ഞുള്ളൊരു പ്രൊഫൈലിന് ഭീഷണി വന്നു, നിൻ്റെ പുറകിൽ ഞങ്ങളുണ്ട്, നിന്നെ ഞങ്ങൾ പൂട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ബീയിങ് ആണ് ഈ സന്തോഷം എന്നുള്ളത്. കാരണം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഫേസ്ബുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമും അല്ല, ഈ 80s ടീംസൊക്കെ ഫേസ്ബുക്കിനകത്ത് കയറി ഇരുന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിനൊരു കുറിപ്പ് എഴുതി വിടുന്ന പരിപാടിയാണല്ലോ. അത് ഈ സന്തോഷം കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു ഒരു റീസൺ, ഇത് ചിലപ്പോൾ ഞാൻ പറയുന്നത് എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു റീസൺ ആയിരിക്കാം. പോലീസുകാർ അന്വേഷിക്കുമ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഒരു മോട്ടീവ് കാണുമല്ലോ. അപ്പം രാധാകൃഷ്ണനോട് സന്തോഷിന് ഒരു ദേഷ്യം വരാൻ കാരണം സന്തോഷും രാധാകൃഷ്ണൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം രാധാകൃഷ്ണന് വിഷയമായി എന്നുള്ളതാണെങ്കിൽ, ഇവിടെ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഇവിടെ ഇവർ തമ്മിലുള്ള ഈ ബന്ധം എങ്ങനെയാണ് എന്നുള്ളതും ഈ ഒരു ദേഷ്യത്തിലേക്ക് ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ തീർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ തല്ലി അടിച്ചു പ്രശ്നമുണ്ടാക്കി രാധാകൃഷ്ണൻ വൈഫുമായിട്ട് എന്നുള്ളൊരു സീൻ ഇതിനകത്ത് കിടക്കുമ്പോൾ, ഓക്കെ, അങ്ങനൊരു സീന് കിടക്കുമ്പോൾ ഈ ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രൊവോക്കേഷൻ സന്തോഷിന് കിട്ടിയിട്ടുണ്ടോ ഈ ഹസ്ബൻഡിനെ പോയി തല്ലാനും തീർക്കാനും എന്നുള്ളത് പോലീസുകാരൊന്ന് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് ഇതിനകത്ത്. ഓക്കെ, ഞാൻ ഒരു വീഡിയോ കൂടി ഉള്ളത് ചെയ്യാം. കൈതപ്പുറത്ത് മധ്യവയസ്കൻ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സന്തോഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതി കുറ്റം സംബന്ധിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ FIR പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ FIR-ൽ പറയുന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ രാധാകൃഷ്ണന്റെ ഭാര്യയുമായി പ്രതി സന്തോഷിന് സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം തുടരാൻ സാധിക്കാതെ വന്നതാണ്, അല്ലെങ്കിൽ അതിന് രാധാകൃഷ്ണൻ തടസ്സം നിന്നതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് FIR-ൽ പറയുന്നത്. ഈ സന്തോഷും ഒപ്പം രാധാകൃഷ്ണന്റെ കുടുംബവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല, സന്തോഷും രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ കഴിഞ്ഞ കുറേ കാലമായി അടുത്ത സൗഹൃദമുണ്ട്, ബന്ധമുണ്ട്. ഈ സൗഹൃദത്തെ ചൊല്ലി ഈ രാധാകൃഷ്ണൻ ഭാര്യയെ കഴിഞ്ഞ ദിവസം മർദ്ദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതാണ് പെട്ടെന്ന് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്, അതാണ് പ്രകോപനമായത് എന്നാണ് സന്തോഷ് നൽകിയിരിക്കുന്ന മൊഴി. അതുമാത്രമല്ല, അക്കാര്യം കൊലപാതകത്തിന് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ സന്തോഷ് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അതായത് താൻ എന്തും സഹിക്കും, പക്ഷേ തൻ്റെ പെണ്ണിനെ മർദ്ദിച്ചാൽ അത് താൻ സഹിക്കില്ല
എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതിന് പിന്നാലെ സന്തോഷ് രാധാകൃഷ്ണൻ്റെ വീട്ടിലെത്തുകയും രാധാകൃഷ്ണനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നീട് അത് സംഘർഷത്തിലേക്ക് പോയി, നാട്ടുകാരും മറ്റും ഒക്കെ ഇടപെട്ടു. പിന്നാലെ സന്തോഷ് തിരികെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന തോക്കെടുക്കുകയും ആ തോക്കുമായി വന്ന് ഈ രാധാകൃഷ്ണൻ്റെ പണി പൂർത്തിയാകാത്ത വീട്ടിലായിരുന്നു ആ സമയത്ത് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത്. ആ വീടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടേക്ക് എത്തി. അവിടെ വന്ന് രാധാകൃഷ്ണൻ്റെ നെഞ്ചിലേക്ക് സന്തോഷ് വെടി ഉതിർക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രാധാകൃഷ്ണൻ മരിക്കുകയും ചെയ്തു. ഇതാണ് ഒരു പെർട്ടിക്കുലർ FIRലെ ഡീറ്റെയിൽസ് ന്യൂസിൽ വന്ന നാരേറ്റീവ്. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിൽ സുഹൃത്ത് ബന്ധമാണ്, കുടുംബ പ്രശ്നമാണെന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ അറിയാം എൻ്റെ പെണ്ണ് എന്നാണ് ഈ പറഞ്ഞ കൊലപാതകിയായ സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. എൻ്റെ പെണ്ണ്. ഓക്കെ, അപ്പം അങ്ങനെ എൻ്റെ പെണ്ണ് എന്ന് വേറൊരുത്തൻ്റെ ഭാര്യയെ ഇടണമെന്നുണ്ടെങ്കിൽ, വേറൊരുത്തൻ്റെ ഭാര്യയെ എൻ്റെ പെണ്ണ് എന്ന് ഇവൻ ഇടണമെന്നുണ്ടെങ്കിൽ അതൊരു സുഹൃത്ത് ബന്ധത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന പരിപാടിയാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ വ്യക്തി ഹസ്ബൻഡ് വൈഫിനെ സന്തോഷമായിട്ടുള്ള ബന്ധത്തിൻ്റെ മുകളിൽ കച്ചറുണ്ടാക്കി തല്ലിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇത്രത്തോളം ദേഷ്യം പൂണ്ടിട്ട് ഇവൻ വന്നിട്ട് വെടിവെച്ച് കൊല്ലുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് തരം ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് നമ്മൾ പൊതുജനം ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെ അല്ലേ? ഇനി ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ഈ മരിച്ച വ്യക്തിയുടെ ഭാര്യയുടെ പ്രൊഫൈലൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഫോട്ടോസും ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ അവരുടെ ചില പോസ്റ്റുകളുടെ ഞാൻ ഒരു കാര്യം പറയാം. കൊലപാതകം നടത്തിയ സന്തോഷ് എങ്ങനെയാണോ ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ട് പല വിഷയങ്ങളിലും പോസ്റ്റൊക്കെ ഇട്ടിട്ട് പഴയ മറ്റേ സീനറി ഫേസ്ബുക്കിൽ ഈ ഭയങ്കരമായിട്ട് കവിതകൾ എഴുതുന്നതും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മറ്റേ എന്താ പറയുക സാഹിത്യം പറയുന്ന രീതിയിലുള്ള സംഗതികളും ഒരു സൈഡിൽ അവർ ചെയ്യുമ്പോൾ, ഈ പറഞ്ഞ മരിച്ച വ്യക്തിയുടെ ഭാര്യയും ഭയങ്കര ആക്റ്റീവാണ് ഫേസ്ബുക്കിനകത്ത്. അവർ റീൽസ് ചെയ്യുന്നുണ്ട്, അവരിതേപോലെ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ടൈറ്റിലും അവരുടെ ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് പോസ്റ്റുകളിൽ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, അവരുടെ ഫേസ് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, അവരുടെ പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പക്ഷേ അവരുടെ പോസ്റ്റുകളിലെ എഴുത്തുകൾ ഞാനിവിടെ വായിച്ചു തരാം. ചില ബന്ധങ്ങളുണ്ട്, പുറമേ ചിരിച്ചു കാട്ടി ഉള്ളിൽ വിഷവുമായി നടക്കുന്ന ചിലർ. എന്നാൽ ചിലരുണ്ട് ആത്മാർത്ഥമായി തിരിച്ചു സ്നേഹിക്കുന്നവരും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആകില്ല പലരുടെയും മനസ്സ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ഇനി വേറൊരു പോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഈ പോസ്റ്റിനുള്ള ഞാൻ വായിച്ചിരാം. സൗഹൃദത്തിൻ്റെ ആത്മകഥ തകർക്കുന്ന ചില മനുഷ്യരുണ്ട്. സ്ത്രീ സൗഹൃദം അവർക്ക് നേരം പോക്കിനും സെക്സിനും മാത്രമുള്ള ഒരു ഉപാധി മാത്രം. ആദ്യമൊക്കെ ഭയങ്കര മാന്യരായി ചമഞ്ഞ് അവർ വിശ്വാസ്യത നേടിയെടുക്കും. പിന്നെ പതിയെ യഥാർത്ഥ മുഖം വെളിയിൽ വരും. ഓക്കെ, 2024 ജൂൺ 10 ഈ മരിച്ച വ്യക്തിയുടെ ഭാര്യ ഇട്ട പോസ്റ്റാണ്. അതിനടിയിൽ വന്നൊരു കമൻറ്റും അതിന് ഇവർ കൊടുത്ത റിപ്ലൈയും കൂടി ഞാനിവിടെ വയ്ക്കാം. കമൻറ്റ് ഇട്ട ആളുടെ പ്രൊഫൈലോ റിപ്ലൈ കൊടുത്ത അവരുടെ പ്രൊഫൈലോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ബന്ധങ്ങളെ തീയെ പോലെ സൂക്ഷിക്കുക. അധികം അടുത്താൽ പൊള്ളും, അധികം അകന്നാൽ ചൂട് ലഭിക്കുകയുമില്ല. അതിനാൽ നിയന്ത്രണ വിധേയമായ അകലം പാലിക്കുക. നോ പ്രോബ്ലം. അപ്പോൾ ഇവർ തിരിച്ചു കൊടുത്തതാണ്. മനസ്സിലാക്കി വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ പേരും പറഞ്ഞിട്ട് അത് ഞാനവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് എനിക്ക് ടോട്ടലായിട്ട് ഈ പറഞ്ഞ മരിച്ച വ്യക്തിയുടെ വൈഫിൻ്റെ പ്രൊഫൈലിലൂടെ അപ്പോൾ ഈ ഇങ്ങനത്തെ പോസ്റ്റുകൾക്കടിയിലുള്ള ഇത് മാത്രമൊന്നുമല്ല, ഇവരിങ്ങനെ കുറേ അവരുടെ ഇമോഷൻസ് എന്താണോ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ദിവസം അവർ കടന്നു പോകുന്ന വിഷയങ്ങളിലെ ഇമോഷൻസൊക്കെ ഇതേപോലെ ഫോട്ടോ ഇട്ടിട്ട് അതിനൊരു ടൈറ്റിലിട്ട് വിട്ടിട്ടുണ്ട്. ആ ടൈറ്റിലുകളിലൂടെ പോകുന്ന സമയത്ത് പലപ്പോഴായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് പല ഇഷ്യൂസ് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അവരതെങ്ങനെ ഇട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ സന്തോഷം കുറവല്ല, സന്തോഷം അതേപോലെ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, സോ ഇവർ സഹപാഠികളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ കോൺട്രാക്ടറായിട്ട് വന്നിട്ട് സഹപാഠികളായിരുന്നു, വീടിൻ്റെ കോൺട്രാക്ടറായിട്ട് വന്നു, വീണ്ടും ഇവരെന്തായി ചിലപ്പോൾ വേറൊരു ബന്ധത്തിൽ അവരങ്ങനെ പോകുന്നുണ്ടാവും. എന്താണെങ്കിലും മരിച്ച രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് സാരമായ വിഷയങ്ങൾ ഇവരുടെ ബന്ധത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ സന്തോഷ് തീർത്ത് കളഞ്ഞത്. എൻ്റെ സംശയം ഈ വിഷയത്തിനകത്ത് ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തിയുടെ റോള് പോലീസുകാർ ഡിഫൈൻ ചെയ്ത് അന്വേഷിക്കണം. ഫൈൻ, ഒരാൾ
ഷോക്ക്ഡായി തോക്കെടുത്ത് വീട്ടിൽ പോയി കച്ചറ ഉണ്ടാക്കി പിന്നെ വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും ആ വ്യക്തിയെ വീട്ടിലേക്ക്, അയാളുടെ പണി നടക്കുന്ന വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പോയിന്റ് ബ്ലാങ്കിൽ തീർത്ത് കളയണം എന്നുണ്ടെങ്കിൽ എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞ് ഇവൻ ഫേസ്ബുക്കിലിട്ട മരിച്ചുപോയ രാധാകൃഷ്ണൻ്റെ ഭാര്യ, അവരുടെ റോൾ എന്താ ഇതിനകത്ത് എന്നുള്ളത് പോലീസുകാർ കൃത്യമായി അന്വേഷിക്കണം. അതോ ഈ സന്തോഷ് എന്ന് പറഞ്ഞ വ്യക്തി അവർക്കൊരു നിരന്തര ശല്യമായതാണോ, അതോ മരിച്ചുപോയ രാധാകൃഷ്ണൻ സന്തോഷിനും രാധാകൃഷ്ണൻ്റെ ഭാര്യയ്ക്കും ഒരു ശല്യമായതാണോ എന്നുള്ളത് നോക്കണം. മനസ്സിലായോ? പിന്നെ ഭരിക്കുന്ന പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് സന്തോഷ് എന്നുള്ളത് കൊണ്ട് തോക്ക് പോയിട്ട് ടോക്ക് പലരുടെയും ടോക്ക് കാണാതായ പോലെ ഈ ടോക്കും കാണാതാവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം.